മറ്റത്തൂർ പഞ്ചായത്തിലെ മുരിക്കിങ്ങൽ വാർഡിൽ ജൈവ മാലിന്യ സംസ്കരണം എളുപ്പമാക്കുന്നതിനുള്ള ബയോബിന്നുകൾ വിതരണം ചെയ്തു. വീടുകളിലെ ഭക്ഷണ അവശിഷ്ടങ്ങൾ 3 ലെയർ ബയോബിന്നുകളിൽ നിക്ഷേപിച്ച് അതിൽ ഇന്നോക്കുലം ചേർത്ത് വളമാക്കിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബയോബിന്നുകളാണ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപറമ്പൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. IRTC കോഓർഡിനേറ്റർ TM ശിഖാമണി ബയോബിന്നിന്റെ ഉപയോഗ രീതിയെക്കുറിച്ച് ക്ലാസ് എടുത്തു. ADS ഗ്രേസി വർഗീസ്, ഹരിതകർമ്മ സേനാംഗം സവിത ജനൻ, സിന്ധുരാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 2 ഘട്ടങ്ങളിലായി 80ഓളം ബയോബിന്നുകൾ വാർഡിൽ വിതരണം ചെയ്തതായി പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപറമ്പൻ പറഞ്ഞു. അതിന് മുകളിൽ നമ്മൾ വേസ്റ്റ് പരത്തിയിടുക. അതിന് മുകളിൽ ആ വേസ്റ്റ് കാണാത്ത വിധത്തിൽ നമ്മൾ ഇന്നോക്കുലം ഒന്ന് എതിരിടുക. അതും തുറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ജലാംശം വളരെ കുറവാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട്. 100% ജലാംശം ഊറ്റിക്കളഞ്ഞ വേസ്റ്റ് ആയിരിക്കും നമ്മൾ ഇതിടാനായിട്ട് ശ്രമിക്കേണ്ടത്. ജലാംശം കൂടിക്കഴിഞ്ഞാൽ പുഴുക്കൾ അതിൽ കയറി വരും. ഇപ്പോൾ സാമ്പാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അതിൻ്റെ മറ്റുള്ള കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് ഇടാൻ പാടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമുക്കത് വളമായിട്ട് ഉപയോഗിക്കാം. അത് 40 തൊട്ട് 45 ദിവസം വരെയാണ് ഇതിൻ്റെ അത് വളാവാനായിട്ട് അത് എടുക്കുന്ന സമയം. 40 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം ഉപയോഗിച്ച ട്രേ നമുക്ക് വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം.